വളരെ ശോകം പിടിച്ചൊരു ദിവസത്തെ ബാക്കിയാണ് ഇത്. കയറിയപ്പോൾ തന്നെ അവരുടെ ആഡ് കണ്ടായിരുന്നു. ഈ ആഡ് എനിക്കെന്തോ ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ഞാനത് നോക്കിയിരുന്നു പോയി കേട്ടോ. പിന്നെ ഞാൻ ഭയങ്കര സങ്കടത്തോടെ പുറത്തോട്ട് നോക്കിയിരുന്നു. കാരണം നോക്കിയിരിക്കാനല്ലേ പറ്റത്തുള്ളൂ. പിന്നെ അവർ ഉറങ്ങിയ ടൈമിൽ എൻ്റെ ഇപ്പുറത്തൊരു ആൻറ്റി ആയിരിക്കുന്നുണ്ടായിരുന്നു. അവർ കാണാതെ ഉറങ്ങിയ ടൈമിൽ ഞാൻ 2 ക്ലിപ്പ് എടുത്തായിരുന്നു. സൂം ചെയ്താണ് അതെടുത്തത്. അതിൻ്റെ സങ്കടം നിങ്ങൾ എൻ്റെ മുഖത്ത് കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ എനിക്ക് വിശക്കാൻ തുടങ്ങി. ഒരു വട്ടം ഫുഡ് വന്നു, അവരെന്നെ പറ്റിച്ചിട്ട് പോയി ഗൈസ്. അങ്ങനെ പോയി കിഡ്സിന് ഫുഡ് കൊടുത്ത് അങ്ങനെ പോയി. പിന്നെ ഞാൻ കുറച്ച് നേരം വീഡിയോ കണ്ടിരുന്നപ്പോഴേക്കും ഫുഡ് വന്നു. ഫുഡ് വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എല്ലാം നല്ല വിശന്നിരുന്നപ്പോൾ തന്നെ കിട്ടിയത് കൊണ്ട് തന്നെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. ഞാൻ ഒന്നും ബാക്കി വെച്ചില്ല, എല്ലാം ഞാൻ കഴിച്ചായിരുന്നു. അച്ചാർ മാത്രം എനിക്കെന്തോ ഇഷ്ടപ്പെട്ടില്ല, ബാക്കിയെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഞാൻ ചിക്കൻ ബിരിയാണിയും സാലഡും പിന്നെ ഒരു ഡെസേർട്ട് പോലൊരു സാധനം, എനിക്കതെന്തോ ഒരു കോറ പോലെയാണ് തോന്നിയത്. പിന്നെ ഈ സാലഡ് എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. ഞാനത് ചെക്ക് ചെയ്ത് നോക്കുമായിരുന്നു ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് എന്തായിരുന്നു, അത് എങ്ങനെയായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുകയെന്ന്. പിന്നെ ഇതും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടല്ലോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഫോണിലെ ടൈം എങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുമായിരുന്നു. എനിക്ക് ആകെ പ്രാന്ത് തോന്നിയിരിക്കുമ്പോഴാണ് എൻ്റെ ഭാഗ്യം പോലെ ഫോണിൻ്റെ ഗാലറിക്കകത്ത് ഒരു സിനിമ കിടക്കുന്നത്, അന്വേഷിപ്പിൻ കണ്ടെത്തുവിൻ. പിന്നെ അതിനോട്ടിരുന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ കോഫി കൊണ്ടു തന്നു. പക്ഷേ ഞാൻ കോഫി കുടിക്കാത്ത കാരണം ഞാൻ ബിസ്ക്കറ്റും ടിഷ്യൂ മാത്രമേ വാങ്ങിച്ചുള്ളൂ. അങ്ങനെ സിനിമ കഴിയാറായി, ഒപ്പം ചാർജും തീരാറായി. അതുകൊണ്ട് ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. പിന്നെ ഞാൻ പുറത്തെത്തി നേരെ വീട്ടിലോട്ടുള്ളതേ എനിക്ക് ഓർമ്മയുള്ളൂ.